പ്രധാന വാർത്തയാണ് മയക്കുവെടിയേറ്റതിനെ തുടർന്ന് മയങ്ങി വീണ അതിരപ്പള്ളിയിലെ മുറിവേറ്റ ആന ഉണർന്നു. ആനയെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റി. വിവരങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? കാളിദാസെ, ആനയെ ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നു. ലോറി കോടനാട്ടേക്ക് കൊണ്ടുപോകാനായി ആനയെ കയറ്റിയ ലോറി അവിടെ നിന്നും, അതായത് അനിമൽ ആംബുലൻസ് അവിടെ നിന്നും പതിയെ എടുക്കുന്നു. നമുക്കറിയാം, 7:15 ഈ ആനയെ വെടിവെച്ചത്. ഈ ആദ്യഘട്ടത്തിൽ വെറ്റിലപ്പാറയിൽ ഉണ്ടായിരുന്ന ആന പിന്നീട് പുഴ കടന്ന് തുരുത്തിലേക്ക് മാറി. ഒപ്പം തന്നെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൊമ്പൻ ആണ് സ്ഥിരം അവിടെ ഉള്ള ഒരു ആന കൂടിയാണ്. ഈ ആന കൂടി ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ രണ്ട് ആനകളും ചേർന്ന്, രണ്ട് കൊമ്പന്മാരും ചേർന്ന് തുരുത്തിലേക്ക് മാറി. പിന്നീട് അവിടുന്ന് വെറ്റിലപ്പാറ 17-ാം ബ്ലോക്കിലേക്ക് മാറി. ഇവിടെ വെച്ച് അരുൺ സക്രയും സംഘവും ഇവിടേക്ക് എത്തി. അവിടെ വെച്ച്, അതായത് ഏഴാറ്റുമുഖം ഗണപതി ഒപ്പമുള്ളപ്പോൾ തന്നെയാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വയ്ക്കുന്നത്. 2 തവണ വെടിവെച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടെ ആന മയങ്ങി വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഈ സമയത്ത് കൂടി ഉണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയെ തട്ടിയും അതുപോലെ തന്നെ കുത്തിയും ഒക്കെ എണീപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായും പറയുന്നുണ്ട്. അതിനിടയിൽ ഈ ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചും മറ്റും അവിടെ നിന്നും മാറ്റി. ഉടൻ അരുൺ സക്രയും സംഘവും ആനക്കരികിലേക്ക് എത്തി. മയങ്ങി വീണ ആനക്കരികിലേക്ക് എത്തി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പിൽ നിന്നും മുറിവിൽ നിന്നും പഴുപ്പും അതുപോലെ തന്നെ പുഴുക്കളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചളിയും മണ്ണും ഉൾപ്പെടെ ഈ ആന ആ മസ്തകത്തിലേക്ക് വാരി എറിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ വലിയ അളവിലുള്ള ചളിയും ഉൾപ്പെടെ ഈ മസ്തകത്തിലെ മുറിവിലുണ്ടായിരുന്നു. ഇതെല്ലാം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷം മരുന്ന് വെച്ചു. ആനയ്ക്ക് ഗ്ലൂക്കോസ് ഉൾപ്പെടെ നൽകി. ദേഹത്തേക്ക്, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാനായി ദേഹത്തേക്ക് വലിയ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുകയും കോരി ഒഴിക്കുകയും ഒക്കെ ചെയ്ത് ആനയുടെ ശരീര ഊഷ്മാവ് കൂടുതൽ ചൂടാകാതെ നിലനിർത്തി. ഇതിനുശേഷം പൊടുന്നനെ ആന എണീക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. 8:45 ആന എണീറ്റു. ഒപ്പം കുങ്കിയാനകളെയും നിർത്തിയിരുന്നു. 3 കുങ്കിയാനകളും ആനയ്ക്ക്, 2 കുങ്കിയാനകൾ ആനയ്ക്ക് ഇരുവശത്തുമായി നിന്നു. ഒരു കുങ്കിയാന ആനയ്ക്ക് പുറകിലും നിന്നു. പിന്നീട് ആനയെ കുത്തി ഈ അനിമൽ ആംബുലൻസിൽ, അതായത് ഈ ലോറിയിലേക്ക് ആനയെ തള്ളിയും കുത്തിയും ഒക്കെ ആനയെ, ഈ പരിക്കേറ്റ ആനയെ ലോറിയിലേക്ക് കയറ്റി. തുടർന്ന് ആന അനങ്ങാതിരിക്കാനായി ബന്ധിച്ചു വടവും മറ്റും ഉപയോഗിച്ച് ലോറിയിൽ ഈ അനിമൽ ആംബുലൻസിൽ വെച്ച് ആനയെ ബന്ധിക്കുന്ന നടപടികളാണ് ഈ സമയമെല്ലാം പൂർത്തിയാക്കിയത്. ഇതിനിടയിലും ആനയുടെ മസ്തകത്തിലേക്കും മറ്റും വെള്ളം ഒഴിച്ച് നൽകുന്നുണ്ടായിരുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാനായി. ആനയുടെ മയക്കം വിട്ടുമാറി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആന ആ മയക്കുവെടിയേറ്റ ഗുരുതരാവസ്ഥയിലേക്ക് പോയില്ല എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായി ഉണ്ടായത്. എന്തായാലും ഈ ദൗത്യത്തിന്റെ 1-ാം ഘട്ടം വിജയിച്ചു എന്ന് വേണം പറയാൻ. അരുൺ സക്രയും സംഘവും ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റെടുത്ത ദൗത്യം ആദ്യഘട്ടം പൂർണ്ണമായി വിജയിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഈ മാസം, അതായത് ജനുവരി 24-ാണ് ഈ ആനയെ നേരത്തെ മയക്കുവെടി വെച്ച് സമാന രീതിയിൽ ചികിത്സയൊക്കെ നൽകി കാടിലേക്ക് കയറ്റിവിട്ടത്. പിന്നീടും ആനയെ പ്രദേശത്ത് ശരി അനീഷ്, എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ച പുതിയ വിവരം അനുസരിച്ച് ആനയെ ലോറിയിൽ കയറ്റിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കുമ്പി ആനകളുടെ സഹായത്തോടെ ആനയെ ലോറിയിലേക്ക് കയറ്റി. ഇനി ആനയെ ചികിത്സയ്ക്കായി കോടനാടേക്ക് കൊണ്ടുപോവുകയാണ്. ഏറെ നേരത്തെ സങ്കീർണമായ ദൗത്യത്തിനൊടുവിൽ ആനയെ മയക്കുവെടി വെച്ച് പിന്നീട് ആനയെ ഉയർത്തി ലോറിയിൽ കയറ്റിയിരിക്കുന്നു കുങ്കി ആനകളുടെ സഹായത്തോടെ. ഇനി കോടനാട്ടെത്തി ചികിത്സാ ദൗത്യം ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.